പകൽ നടന്നു പോകുന്ന സമയത്ത് ആളുകൾ അവിടെ നിൽക്കുന്ന ഇടത്തൂടെ നമ്മൾ നടന്നു പോയാൽ മതി, അവരുടെ ദേഹത്തെ ഭൂതവിളകും. പോലീസ് സ്റ്റേഷനിൽ 2 കൂട്ടരും പോയി ചെങ്കച്ചോളയിൽ നിന്ന് 2-3 ഗ്രൂപ്പ് ആളുകൾ അവിടെ ചെന്നു. പോലീസ് ഞാൻ പറഞ്ഞ SIയോട് പറഞ്ഞു, ഇവരാണെന്നെ വിളിച്ചത്, ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഭൂതവിളകിയിരിക്കുന്നു, അതിനെ ഒന്ന് പറഞ്ഞുവിടാമെന്ന് ചോദിച്ചു. പക്ഷേ വെളിപ്പെട്ടപ്പോൾ ഒരു ദേവിയാണെന്നും പറഞ്ഞാണ് വെളിപ്പെട്ടത്. അവർ പ്രാർത്ഥനയ്ക്ക് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ദേഹത്തെ പൈശാചിക ശക്തി വെളിപ്പെട്ടു. അപ്പോൾ ആ പൈശാചിക ശക്തി പറയുകയാണ്, ഞാനിവിടെ ദേഹത്തിരുന്നുകൊണ്ട് രക്തം കുടിക്കുകയായിരുന്നു എൻ്റെ ജോലി. ഞാൻ പറഞ്ഞു, പോ പിശാചേ. അപ്പം പറഞ്ഞു, 11 കൊല്ലമായി ഞാൻ ഇവിളെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്ത്യൻ എക്സ്പ്രസ്സിനകത്ത് വന്ന വാർത്തകളിൽ അവർ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളുടെയൊക്കെ പേരെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവരുടെ ആരെയും പേര് പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, നിനക്ക് എന്നാ, നീ ആരാ നീ ചോദിച്ചു. പറയാം, എൻ്റെ ശക്തി കാണുമെന്ന് ചോദിച്ചു. എന്നിട്ട് ആ ഫ്രിഡ്ജ് 11 വയസ്സുള്ള കൊച്ച ഫ്രിഡ്ജ് പൊക്കി പിടിച്ചിരിക്കുക. സ്തോത്രം. ഞാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഒരു വെട്ടുകത്തിയും പിടിച്ച് എന്നെ വെട്ടാനായിട്ടായിട്ട് നിൽക്കുകയാണ്. ഞാൻ അറിയുന്നില്ല, അദ്ദേഹം പരക്കാത്ത് നിൽക്കുകയാണ്. ഞാൻ ആ വാതിൽക്കൽ ചെന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ഷെഡിൻ്റെ ഇങ്ങനെ ഓല മാറ്റി നോക്കുമ്പം പുള്ളി ഇതെനിക്ക് കാണത്തില്ല, പുള്ളി ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ്, ഇത് പുറകെ പിടിച്ചിരിക്കുകയാണ്. പുള്ളിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ക്രൂര മുഖമാണ്. (2003) ദൈവം എനിക്കൊരു ദർശനം തന്നു. അത് ചെങ്കൽച്ചുളയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് കാണിച്ചത്, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു, സഹോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാമെന്നും പറഞ്ഞ് വലിയൊരു ഓഡിറ്റോറിയത്തിൻ്റെ വാതിക്കൽ നിന്ന് ഞാൻ വിളിച്ചു പറയുന്നതായിട്ട്. അപ്പോൾ 4 പുറത്തുനിന്നും ആളുകൾ ഓടിക്കയറുന്നതായിട്ട് കണ്ട ദർശനത്തിൽ എനിക്ക് തിരുവനന്തപുരം ചെങ്കൽച്ചുളയാണെന്ന് മനസ്സിലായി. അങ്ങനെ 2003 ദർശനം അനുസരിച്ച് ചെങ്കൽച്ചുളയിലേക്ക് പോകാൻ കർത്താവ് ഭാഗ്യം തന്നു. ചെങ്കൽച്ചുളയിൽ കിടന്ന് പ്രാർത്ഥിക്കുവാൻ കടന്നു പോയ സമയത്ത് അവിടെ ക്യാൻസർ വന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് കടന്നുപോയി. സുജാത എന്ന് പറയുന്ന സഹോദരി പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വലിയ അത്ഭുതം ചെയ്തു. അവരുടെ ദേഹത്തുണ്ടായിരുന്ന അന്ധകാര ശക്തികൾ വിട്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. അവർക്ക് ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തു. അതോടുകൂടെ അവിടെ ധാരാളം ആളുകൾ കടന്നു വന്നു. അവിടെ ദൈവപ്രവൃത്തി അങ്ങോട്ട് ആരംഭിച്ചപ്പോൾ ധാരാളം ഭൂതങ്ങൾ വിട്ടുപോയി, രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തി അവിടെ ആരംഭിച്ചു. അങ്ങനെ അവിടെ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ആളുകൾ ഒന്നിൻ്റെ പുറകെ ഒന്നൊന്നായി ഓരോ ആഴ്ചകളിലും കൂടി വരാൻ തുടങ്ങി. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ വരാൻ തുടങ്ങുന്ന സമയത്ത് ഒത്തിരി വിധത്തിലുള്ള പ്രവൃത്തികൾ അവിടെ ആരംഭിച്ചു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വെളുപ്പിനെ അവിടെ ചെല്ലുമ്പോൾ അവിടെ കോളനിയിലുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ബാവുക്കുട്ടി കല എന്ന് പറയുന്നവരുടെ വീട്ടിൽ അവർ ചെറിയ മുറിയും ഒരു കൊച്ചടുക്കളയും ഒരു കൊച്ചു തിണ്ണയുള്ള ഒരു ചെറിയ വീടാണ്. എനിക്കവരെ മുറി തരും, അവർ തിണ്ണേ കിടക്കും. അങ്ങനെയാണ് അവിടെ താമസിച്ചുകൊണ്ട് അവിടെ പ്രവർത്തിക്കും. എല്ലാ വെള്ളി, ശനി, ഞായറാണ് ഞാനവിടെ കടന്നു ചെല്ലുന്നത്. അവിടെ കടന്നു ചെല്ലുന്ന സമയങ്ങളിൽ ശക്തമായ ദൈവപ്രവൃത്തി കാണുവാനായിട്ട് കർത്താവ് ഇടയാക്കി. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മഹത്വം പ്രാർത്ഥനയിലാണെന്ന് എനിക്ക് മനസ്സിലായി. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റപ്പിരുന്ന് പ്രാർത്ഥിക്കും. 5 മണിയാകുമ്പോൾ പുറത്തിറങ്ങും, റോഡ് നടന്ന് പ്രാർത്ഥിക്കും. അവിടെയുള്ള സുവിശേഷത്തിന് ശക്തമായ എതിർപ്പുള്ള ചില സ്ഥലങ്ങളെ ദൈവം കാണിച്ചു. അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പകല് ചെങ്കൽച്ചുളയ്ക്കകത്തൂടെ നടക്കുമ്പോൾ ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി. സ്തോത്രം. പകൽ നടന്നു പോകുന്ന സമയത്ത് ആളുകൾ അവിടെ നിൽക്കുന്ന ഇടത്തൂടെ നമ്മൾ നടന്നു പോയാൽ മതി, അവരുടെ ദേഹത്തെ ഭൂതവിളകും. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ സമയത്ത് പല വീടുകളിൽ കൊണ്ടുവരുന്നു, പ്രാർത്ഥിച്ച് അവിടെ വീട്ടുകാരൊക്കെ കടന്നു വരും, പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവപ്രവൃത്തി അങ്ങോട്ട് തുടങ്ങിയ സന്ദർഭമാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ശക്തമായിരുന്നു പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച ദേശത്തിൻ്റെ ശക്തിയെ കീഴടക്കാൻ ദൈവാത്മാവ് കൃപ തന്നു. ദേശാധിപതി ശക്തിയെ കീഴടക്കാതെ ഒരു ദേശം നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ ചെങ്കച്ചോളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വളരെ ബോധ്യപ്പെടുത്തിയ ആ ദേശത്തിൻ്റെ ഒരു ശക്തിയുണ്ട്, ദേശാധിപതി ശക്തി. ബലവാനെ പിടിച്ച് കെട്ടാതെ കോപ്പ് വരാൻ കഴിയത്തില്ല. അത് പ്രാർത്ഥനയാലും ആത്മാവിനാലും അല്ലാതെ അത് നടക്കുകയില്ല. അപ്പം വെളുപ്പിനെ ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും കഴിഞ്ഞപ്പോൾ ദേശത്ത് വലിയ ദൈവപ്രവൃത്തി നടന്നത്. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ആ ചെങ്കച്ചോളയ്ക്കകത്തൂടെ നടന്നു പോയാൽ മതി, അവിടെ നിൽക്കുന്ന ആളുകളുടെ ദേഹത്തുള്ള ഭൂതം തന്നെ ഇളകാൻ തുടങ്ങും. സ്തോത്രം. അങ്ങനെ അനേക ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ റോഡിൽ കൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഭൂതം ഇളകി.
ഭൂതോളയിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ രൂപങ്ങളൊക്കെ കാണിച്ചപ്പോൾ അത് അവിടെയുള്ള ചില വ്യക്തികളുടെ പേര്, ചില പ്രതിഷ്ഠകളുടെ പേരൊക്കെയാണ്. അപ്പോൾ അത് വലിയ പ്രശ്നമായി. അവസാനം അത് വിട്ടുപോയി. അതോടുകൂടെ ഒരു വലിയ പ്രശ്നം നേരിട്ടു. എന്നെ അവിടെ കയറ്റത്തില്ലെന്നായി. കാരണം അവരുടെ ദൈവത്തെ കളിയാക്കി എന്നുള്ള നിലയിലാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തെ ഞാൻ കളിയാക്കിയതല്ലല്ലോ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. പോലീസ് സ്റ്റേഷനിൽ 2 കൂട്ടരും പോയി. ചെങ്കച്ചോളയിൽ നിന്ന് 2-3 ഗ്രൂപ്പ് ആളുകൾ അവിടെ ചെന്നു. പോലീസ്, ഞാൻ പറഞ്ഞ SIയോട് പറഞ്ഞു, ഇവരാണ് എന്നെ വിളിച്ചത്, ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഭൂതം ഇളകിയിരിക്കുന്നു, അതിനെ ഒന്ന് പറഞ്ഞു വിടാമെന്ന് ചോദിച്ചു. പക്ഷേ വെളിപ്പെട്ടപ്പോൾ ഒരു ദേവിയാണെന്നും പറഞ്ഞാണ് വെളിപ്പെട്ടത്. പക്ഷേ ഞാൻ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പൊക്കോളാവേ എന്ന് പറഞ്ഞ് പോയി. അപ്പം ഇതാ സംഭവം എന്ന് പറഞ്ഞപ്പോൾ SI എന്നോട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യണം, റോഡിൽ നിന്നൊന്നും ഇത് ചെയ്യരുത്, നിങ്ങളല്ല വീട്ടിലൊക്കെ കൊണ്ടുപോയി ചെയ്തോളാൻ പറഞ്ഞു. സോദരം അങ്ങനെ ഞങ്ങളെ രമ്യതപ്പെടുത്തി ചെങ്കച്ചൂളയിലേക്ക് അയച്ചു. ചെങ്കച്ചൂളയിൽ ആ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തികൾ നടക്കാൻ തുടങ്ങി. ക്യാൻസർ വിളിച്ച് 556 പാക്കറ്റ് ബ്ലഡ് കയറ്റിയ ഒരു അജിതയെന്ന് പറയുന്ന ഒരു സഹോദരി, അവരുടെ ദേഹത്ത് ഒരു ദുരാത്മാവായിരുന്നു. ഒരു ദിവസം ഞാൻ ആ സഹോദരിയെ കണ്ടപ്പോൾ പറഞ്ഞു, സഹോദരി നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഗുളികയും മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പാടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അവർ പ്രാർത്ഥനയ്ക്ക് വന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ദേഹത്തെ പൈശാചിക ശക്തി വെളിപ്പെട്ടു. അപ്പോൾ ആ പൈശാചിക ശക്തി പറയാണ്, ഞാനിവിടെ ദേഹത്തിരുന്നുകൊണ്ട് രക്തം കുടിക്കുകയായിരുന്നു എൻ്റെ ജോലി. ഞാൻ പറഞ്ഞു, പോ പിശാചേ. അപ്പം പറഞ്ഞു, 11 കൊല്ലമായി ഞാൻ ഇവിളെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു, 11 കൊല്ലമായിട്ട് നിൻ്റെ ഉണ്ടായിട്ട് നിനക്ക് കൊണ്ടുപോകാൻ മേലെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ പേരിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇവളെ വിട്ടുപോകാൻ പറഞ്ഞു. സ്തോത്രം. അപ്പം അത് താഴെ വീണ് നിലവിളിച്ച് അവളെ വിട്ട് പോകാനായിട്ട് ഇടയായിത്തീർന്നു. അജിത ഇന്ന് ഞങ്ങളുടെ കൊയറിൽ പാടുന്ന ശക്തയായ ഒരു സഹോദരിയാണ്. ഇന്നൊരു സാക്ഷ്യമായിട്ട് അവിടെ ജീവിക്കുന്നു. സ്തോത്രം. അപ്പോൾ അതോടുള്ള ബന്ധത്തിൽ എനിക്ക് എതിർപ്പുകൾ വളരെ ശക്തമായി പ്രശ്നങ്ങൾ നേരിട്ടു. എന്നെ നിലമ്പൂരിൽ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇനി ചെങ്കച്ചോളെ വന്നാൽ നിങ്ങളെ വെച്ചേക്കത്തില്ല, കുന്നുകളയുമെന്ന് പറഞ്ഞു. സ്തോത്രം. അതുപോലെ പലരെന്നെ ഫോൺ ചെയ്തു. ചങ്കത്തറയിൽ ഫോൺ ചെയ്ത് വിളിക്കുമ്പം ഞാൻ അവരോട് പറഞ്ഞു, ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യമാണ്, അതുകൊണ്ട് ഞാനത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അത് പരിശുദ്ധാത്മാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. നമ്മുടെ സഹോദരന്മാർ വരെ പറഞ്ഞു, പാസ്റ്റർ ഈ സമയത്ത് ഇങ്ങോട്ട് വരേണ്ട, ഇവിടെ വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ സാരമില്ല, നിങ്ങൾ സഭായോഗത്തിന് എല്ലാവരും തയ്യാറായിരുന്നു, ദൈവത്തിന് അയക്കുകയാണെങ്കിൽ ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധി ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, യോശുവയോട് പറഞ്ഞ പോലെ നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തിനും നിൻ്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ മോശയോടുകൂടി ഇരുന്ന പോലെ നിന്നോടുകൂടെ ഇരിക്കും, നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ ആ ആത്മാവിനാൽ ഞാൻ ചെങ്കൽച്ചോളയിൽ ചെന്നു. ഒരാൾ പോലും എന്നെ ഉപദ്രവിച്ചില്ല, ഒരാൾ പോലും എന്നോട് ചോദിക്കാൻ വന്നില്ല. പക്ഷേ അവിടെ പിന്നെയും ദൈവാത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. അനേകരുടെ വിടുതലിന് കാരണമായി തീർന്നു. സൂസി എന്ന് പറയുന്ന ഒരു നാടകനടിയും സിനിമയിലൊക്കെ ചെറിയ റോൾ ചെയ്തിട്ടുള്ള ഒരു സഹോദരി, പുള്ളിക്കാരത്തി ആത്മഹത്യ ചെയ്യാനായിട്ടിരുന്ന ആളാണ്. ആ പുള്ളിക്കാരത്തി റോഡിൽ നിൽക്കുമ്പോൾ ഞാൻ അവരുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് നല്ല ശബ്ദമായിട്ട് തോന്നി. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി അടുത്ത ആഴ്ച മുതൽ യോഗത്തിന് വരണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴിഞ്ഞപ്പം അവരെന്നെ അതും ഇതുമൊക്കെ പറഞ്ഞു. പക്ഷേ 2-3 ആഴ്ചയ്ക്ക് ശേഷം അവർക്ക് വയറ്റുവേദന എന്നിട്ട് നിവൃത്തി കെട്ടിട്ട് 2-3 ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെയും വയറ്റുവേദന. അപ്പോൾ അവരെന്നെ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു. അവരുടെ ദേഹത്തൊരു പൈശാചിക ബന്ധനമായിരുന്നു, അത് പോയി. ഇന്ന് ആ സഹോദരി ഇപ്പോൾ നമ്മുടെ ചർച്ചിലെ മെമ്പറായിട്ട് ആക്റ്റീവായിട്ട് ചെങ്കൽച്ചൂളയിൽ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കുമ്പോൾ നടക്കുമ്പോൾ തന്നെ ഇപ്പുറത്തൊരു വശത്ത് ഭയങ്കര എതിർപ്പുകളുണ്ട്. ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകല്ലേ. ആ സമയത്ത് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഹല്ലേലൂയ മാസികയിൽ വളരെ ആർട്ടിക്കിൾ വരാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ മറ്റ് പല മാധ്യമങ്ങളിലും ഇന്ത്യൻ എക്സ്പ്രസ്സിനകത്ത് അവർ ആർട്ടിക്കിൾ ഇട്ട്, ഇന്ത്യൻ എക്സ്പ്രസ്സിനകത്ത്. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിനകത്ത് വന്ന വാർത്തകളിൽ അവർ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളുടെയൊക്കെ പേരെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവരുടെ ആരെയും പേര് പറഞ്ഞിട്ടില്ല. ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവിടെയുള്ള ആളുകളാണ് പറഞ്ഞത്. കാരണം ഞങ്ങളൊക്കെ കൊള്ളരുതാത്തവരായിരുന്നു, ഞങ്ങളിങ്ങനെയൊക്കെ കഷ്ടമനുഭവിച്ചവരാണ്, ഞങ്ങളെ ദൈവമാണ് വിടുവിച്ചത് എന്ന് പറഞ്ഞ് അവർ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം ഓർത്ത് കൊള്ളണം, എവിടെ ദൈവവേല ചെയ്യുമ്പോഴും അവിടെ എതിർപ്പുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. കർത്താവിനെ പറഞ്ഞാൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ വരും, നിങ്ങൾ ചിലപ്പോൾ പള്ളിഭ്രഷ്ടരാകും, നാടുവാഴിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും, പോലീസ് സ്റ്റേഷനിലൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും.
നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറങ്ങിയപ്പോൾ പാട്ട് പാടി തന്നെ, കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ എന്ന. മരണപര്യന്തം നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്താണ്. കാരണം സമയം ദൈവത്തിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചെങ്കച്ചോളയിലെ വർക്ക് ദിവസത്തിന് വർദ്ധിച്ചു വരുവാനായിട്ട് തുടങ്ങിയപ്പം ഭയങ്കര എതിർപ്പുകൾ. ഞാൻ അതിൻ്റെ പൂർണ്ണതയിൽ പറയുന്നില്ല, കാരണം ഇതൊരു റെക്കോർഡിങ്ങും ലോകമെല്ലാം കാണുന്നതുമായതുകൊണ്ട്. എന്നെ അവർ ഇന്നത്തെ പോലെ ചതിക്കുവാനായിട്ട് അവർ പ്ലാൻ ചെയ്തു. എന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കാൻ അവർ നോക്കി. അതുപോലെ തന്നെ എന്നെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഉപദ്രവിക്കാനുള്ള പദ്ധതികൾ അവർ നോക്കി. പക്ഷേ അവിടെ ഒന്നും തമ്പുരാൻ വിട്ടുകൊടുത്തില്ല. അവിടെയെല്ലാം ദൈവം സംരക്ഷണം ചെയ്തു. പോലീസുകാർ പലപ്പോഴും നമ്മളെ അറിയാതെ നമുക്ക് പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പം ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എന്നും അടി, പിടി, വഴക്ക്, വെട്ട്, കുത്ത്. ചെങ്കൽച്ചുള എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ക്രിമിനൽ കോളനിയിൽ അവിടെ പോലീസ് കയറാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ എല്ലാം പിൻപിൽ ഒരു ദുരാത്മശക്തികളാണ്. അതിനെ ശാസിക്കാൻ തുടങ്ങി. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആത്മഹത്യ, കെട്ടിത്തൂങ്ങിച്ചാകുക എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരാളേലും കെട്ടിത്തൂങ്ങിച്ചാകും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദുരാത്മാക്കൾ പലരുടെ ദേഹത്ത് ഇളകുമ്പോൾ അത് പറയാൻ തുടങ്ങി, ഞാൻ ഇന്നാരാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് മരിച്ചത്? ഞാൻ ഇങ്ങനെ മരിച്ചതാണ്, കെട്ടിത്തൂങ്ങിച്ചതാണ്, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അതേ ഹല്ലേലൂയ, ഒന്നുകൂടെ അവരോട് ഇടപെട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് പോരാടാൻ പറഞ്ഞു. അതിൻ്റെ ഒരു വിഷയം പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, നീ എത്ര പേരുടെ കൂടെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറയുകയാണ്, 22 പേരെ ഞാൻ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെന്ന്. ഈ ആത്മഹത്യ ചെയ്ത ഒരാളുടെ ആത്മാവ് വൈകിട്ട് അവിടെയെല്ലാം ചെങ്കച്ചോള എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് റോഡും വഴിയൊക്കെ ഉള്ളത്. അന്ന് റോഡും വഴിയൊന്നുമില്ല, ലൈറ്റില്ല, ചെറിയ നടപ്പാതകൾ മാത്രമേ ഉള്ളൂ. സോദരം, ഞാൻ ഈ ചെല്ലുന്ന 2003 അവിടെ രാത്രിയായി കഴിയുമ്പോൾ ആളുകൾ പോകുമ്പോൾ വലിയ ശബ്ദമോ പെട്ടെന്ന് ആരോ എടുത്ത് ചാടുന്ന പോലെയൊക്കെ തോന്നി ആളുകളങ്ങ് പേടിക്കും. ഈ പേടിപ്പിച്ചാണ് ദുരാത്മാക്കൾ കയറുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് ഭയപ്പെടല്ലെന്ന് 365 പ്രാവശ്യവും. അതേ സ്തോത്രം, ദിവസം ഓരോന്ന് വീതം നമുക്ക് കേൾക്കത്തക്കരുവ നമ്മളോട് പറയുന്നത് ഭയപ്പെടല്ലെന്നാണ്. ആരെ നിങ്ങൾ നോക്കിക്കൂ, ഭയപ്പെട്ടവരൊക്കെയാണ്. അതെ, യോ പോലും ഭയപ്പെട്ടത് ഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. പേടിച്ചപ്പോഴാണ് അത് ഭയപ്പെട്ട് ശത്രു അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 22 പേരുടെ ദേഹത്തു നിന്ന് ഈ ഒരാളുടെ ദേഹത്ത് വരാൻ പറഞ്ഞു. സ്തോത്രം. ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ട് വാക്യമുണ്ടോ? ഞാൻ പറഞ്ഞു, വാക്യത്തിലല്ല, വിശ്വാസത്തിലാണ് കാര്യമെന്ന് പറയും. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ച് അനേകരുടെ ദേഹത്തു നിന്ന് ഈ ദുരാത്മാക്കളെ ഇറക്കിയതിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അത് ഹല്ലേലൂയ, ആ 2003 ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ മാസത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലത്ത് 2006-7 കാലഘട്ടമായപ്പോൾ ഒരാൾ പോലും ആത്മഹത്യ ചെയ്യാത്ത അവസ്ഥയിലേക്ക് ദൈവം മാറ്റി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ അവിടെ ഒന്ന് പഠിച്ചാൽ വർഷങ്ങളായി അവിടെ ഒരു ആത്മഹത്യ നടന്നിട്ട്. എന്താ കാരണമെന്നറിയാവോ? അവിടുത്തെ ആത്മഹത്യ ശക്തിയെ, അന്ധകാര ശക്തിയെ ആ ദേശത്ത് നിന്ന് ഓടിച്ചു. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു ദേശത്ത് ആത്മഹത്യകളോ അടിയോ വഴക്കോ കൊലപാതകങ്ങളോ ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മശക്തിയുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അവിടുത്തെ അനേക പ്രശ്നങ്ങളിൽ നിന്ന് തീർന്നു. ഇന്ന് ചെങ്കൽച്ചോള വളരെ ജയത്തിൻ്റെയും സന്തോഷത്തോടും ഉല്ലാസത്തോടും പോകുന്ന ഒരു കോളനിയായിട്ട് മാറാൻ കാരണം ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം. അവിടെ നിന്ന് പഠിച്ച ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. അതേ സ്തോത്രം, അനേക 40-ൽ പരം പാസ്റ്റർമാരിന്ന് ചെങ്കച്ചോളയ്ക്കകത്തു നിന്ന് അതേ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വകരമായ വേല ചെയ്യുന്നുണ്ട്. ആത്മഹത്യ നടന്നിട്ട് എത്ര വർഷമായെന്നറിയാമോ? കാരണം എന്നാണെന്നറിയാമോ? അവിടുത്തെ ആത്മഹത്യ പിശാചിനെയും വടിവാളും വെട്ടും കുത്തും കേസും വഴക്കും ഇതെല്ലാം എൻ്റെ പിമ്പിൽ. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ദുരാത്മാവ് ഇളകുമ്പം പറയും, ഞാൻ ഇന്നാരാണ്. ഞാൻ ആ ആളിൻ്റെ പേരൊന്നും പറയുന്നില്ല. അത് അടിവെക്കുന്ന ചില ദുരാത്മാക്കളുണ്ട്, വെട്ടും കുത്തും ഉണ്ടാക്കുന്ന വാശി പിടിപ്പിക്കുന്ന ചില ദുരാത്മാക്കളുണ്ട്. അതറിയണമെങ്കിൽ ഒരു കഥ ഞാൻ പറയാം. ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നു. വൈകിട്ട് 6 മണിക്ക് ഇരുന്നതാണ്. രാവിലെ 6 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നത്. 50 ദുരാത്മാവിനെയാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തു നിന്ന് ഇറക്കി വിട്ടത്. 50 ദുരാത്മാവ്. അപ്പോൾ അതിനകത്ത് സിനിമയിൽ കണ്ട ദുരാത്മാവ് കയറിയിട്ടുണ്ട്, TV നിന്ന് കയറിയ ദുരാത്മാക്കളുണ്ട്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം വെറുതെ രസമാണ്. അങ്ങനെയല്ല. നമ്മൾ ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
കണ്ണും മൂക്കൊക്കെ കാണിച്ച് പേടിപ്പിക്കുമ്പം ചെറിയ പിള്ളേരൊക്കെ പേടിക്കും. അത് ഞാൻ ഓർഫണേജ് ഞങ്ങളുടെ നടത്തിയ സ്നേഹഭവനിൽ പല പ്രാവശ്യം ഞാൻ അവർ ദുരാത്മാക്കൾ ഇളയ സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ പിള്ളേരോട് ചോദിക്കും, നീ എവിടെ നിന്നാടാ കയറിയത്? ഞാൻ ടി വിയിൽ നിന്നാണ് കയറിയെന്ന്. അപ്പം നിങ്ങളെ ആയിരിക്കും ടി വിക്കകത്ത് പിശാച് ഉണ്ടോന്ന്. ടി വിക്കകത്ത് പിശാചില്ല. ടി വി കാണുന്ന പ്രോഗ്രാമിനകത്ത് പിള്ളേർ പേടിക്കും. അപ്പോൾ രാത്രിയിൽ ഭയപ്പെടുത്തുന്ന ആത്മാവുണ്ട്. നിങ്ങൾ വഴിയെ പോകുമ്പോൾ ഭയപ്പെടുത്തുന്ന ആത്മാവുണ്ട്. അതുകൊണ്ടാണ് ഭീരുത്വം അതേ കാലിൽ ഒരു വലിയ കെണിയാണ് കേട്ടോ. സ്തോത്രം. ധൈര്യശാലികളായിരിക്കുക. കർത്താവല്ലേ അതുകൊണ്ടല്ലേ പറയുന്നത്, നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. നിങ്ങളുടെ ജീവിതത്തിൽ മല്ലനായ ഗോലിയാത്ത് നിന്ന് വെല്ലുവിളി ഉയർത്തുമ്പോൾ ദാവീദ് പരിശുദ്ധാത്മാവിൽ ഒരു ധൈര്യശാലിയായിരുന്നു എന്ന് പറഞ്ഞ പോലെ ധൈര്യമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എന്നെ പല പ്രാവശ്യം ഒളിച്ചിരുന്ന് കൊല്ലുവാൻ തന്ത്രങ്ങൾ ഒരുക്കിയ കഥ എനിക്കറിയാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പിന്നത്തേതിൽ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാനിരുന്ന, പക്ഷേ വേറെ സന്ദർഭം അന്നേരം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അങ്ങ് വിട്ടെന്നുള്ളതേ ഉള്ളെന്ന് പറയും. അതാ കാരണം, നമ്മുടെ തലയിലെ മുടി പോലും ദൈവം എണ്ണി അറിയുന്നു. ഒന്ന് നിലത്ത് വീണമെങ്കിൽ സ്വർഗം അറിയാതെ സംഭവിക്കുകയില്ല. സ്വതന്ത്രം. അതുപോലെ തന്നെ മറ്റൊരു സമയത്ത് ഒരു പെൺകുട്ടി, ഒരു 12 വയസ്സ് കാണുമായിരിക്കും, ഒരു മിനി ഫ്രിഡ്ജ് തന്നെത്താൻ എടുത്ത് പൊക്കും. അപ്പനെ അമ്മയും തല്ലി താഴെ ഇടും. അപ്പം ഞാൻ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം ആ കൊച്ചനോട് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. അപ്പം എന്നോടൊരു പേര് പറഞ്ഞു. ഞാൻ പറയാം, നിനക്ക് എന്നാ, നീ ആരാ? നീ ചോദിച്ചു പറയാം, എൻ്റെ ശക്തി കാണണമെന്ന് ചോദിച്ചു. എന്നിട്ട് ആ ഫ്രിഡ്ജ് 11 വയസ്സുള്ള കൊച്ച ഫ്രിഡ്ജ് പൊക്കി പിടിച്ചിരിക്കുക. സ്വതന്ത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു താഴെ വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഇട്ടേച്ച് പോകാൻ പറഞ്ഞു. അപ്പം അത് പേരും പറഞ്ഞ് ഇട്ടേച്ച് പോയി. ഇന്ന് ആ കൊച്ചു സുവിശേഷ വേല ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ദുരാത്മാക്കളാണ്. വാശി, അടി, പിടി, വഴക്ക് എല്ലാം ഉണ്ടാക്കുന്ന അന്ധകാര ശക്തികളാണ്. അതിനെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തുവാ? കോപം, ക്രോധം, വാശി, അരിശം, മദ്യപാനം, വെറുക്കൂത്ത്. അപ്പോൾ നമ്മളിൽ വരുന്ന വാശിയും കോപവും ദേഷ്യവും എല്ലാം നമ്മൾ ഓർത്തോണം. ഇതിൻ്റെ പുറകിലൊരു പിശാചൂടുണ്ട് കേട്ടോ. സ്തോത്രം. അതുകൊണ്ടല്ലേ കോപം സൂര്യൻ അസ്തമിക്കോളം വെച്ചോണ്ടിരിക്കില്ലെന്ന് പറയുന്നത്. ഒരാളോടും പിണങ്ങിയിരിക്കില്ലെന്ന് പറയാൻ കാരണം പിണങ്ങിയിരിക്കുന്നത് പിശാചിൻ്റെ പരിപാടിയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് തമ്മിൽ സ്നേഹമുള്ളവരായിരിപ്പിനെന്നാണ്. ഇങ്ങനെ തിരുവനന്തപുരത്ത് അവിടെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ പ്രതികൂലങ്ങളും ഒരു വശത്ത് നമുക്ക് ധാരാളം ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പരസ്യങ്ങൾ നടത്താൻ തുടങ്ങി. ബാക്കി എഴുതിയ ഉടുപ്പ് വിട്ടുകൊണ്ട് സഹോദരിമാരും സഹോദരന്മാരും എല്ലാം കൂടെ ചെങ്കൽ ചൂളയിൽ ഞങ്ങൾ ദേശമെല്ലാം നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെ അവിടെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് ചില പ്രശ്നങ്ങൾ നേരിട്ടു. അപ്പോൾ ഞങ്ങളെ ആയിരിച്ചു സുവിശേഷ വേലയ്ക്ക് പരസ്യവും നടത്താൻ ചെണ്ടമേളവും ബാൻഡുമേളവും ഒക്കെ ആയിട്ട് പോയി. അതേ സോദരം ആ ദേശത്ത് അപ്പോൾ പോലീസ് ഞങ്ങൾക്ക് എസ്കോർട്ടായിട്ട് വന്നു. പ്രിയമുള്ളവരെ, നമ്മളെ ആരെ എതിർക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ച് ഭീരുക്കളായി പോകരുത്. സോദരം, സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന ദൈവത്തിൻ്റെ വചനം. ഇന്ന് ചെങ്കച്ചോളക്കകത്ത് വന്ന് ആത്മഹത്യ പോയി. അവർ വിദ്യാസമ്പന്നരായി മാറി. അതേ ഹല്ലേലൂയ, നല്ല കഴിവുള്ള കലാകാരന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവിടെ സ്തോത്രം, മിടുക്കരായ സുവിശേഷ വേലക്കാരെ ദൈവം എഴുന്നേൽപ്പിച്ചു, എഴുത്തുകാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതേ സ്തോത്രം, ദൈവത്തിന് വേണ്ടി ഉത്സാഹികളായ അതേ ധാരാളം ആളുകൾ മുന്നോട്ട് വന്നു. സ്തോത്രം, ധാരാളം ആളുകൾ. ഇന്ന് എനിക്ക് തോന്നുന്നത് നല്ലൊരു കൂട്ടം ജനം കർത്താവിനെ ആരാധിക്കുന്നു, പാട്ടുപാടുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വകരമായ വേലയ്ക്ക് സാക്ഷികളായി തീരുവാൻ കർത്താവ് ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധം നമ്മൾ സ്ഥാപിച്ച് കർത്താവ് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമ്മളതിൻ്റെ പിന്നാലെ കൂടിയാൽ കർത്താവ് നമ്മുടെ കൂടെ കാണും. ഇതിനിടയിൽ എനിക്ക് ബൈബിൾ സ്കൂൾ നിർത്തേണ്ടി വന്നു. കാരണം ഞാൻ ആരെയും വിളിക്കാനും പറയാനും എനിക്ക് സമയമില്ല. കാരണം ചെങ്കച്ചൂളെ രാപകൽ പ്രാർത്ഥിക്കണം, അവരുടെ പുറകെ നടക്കണം. അപ്പം ബൈബിൾ സ്കൂൾ ഞാൻ നിർത്തി. കാരണം അതിൻ്റെ കാര്യം നോക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ചിലർ എന്നോട് ചോദിച്ചു, സ്ഥാപനമാണോ വലുത്? അതെ, ഞാൻ പറഞ്ഞ ആത്മാക്കളാണോ വലുത്? അപ്പം സ്ഥാപനത്തേക്കാൾ വലുത് എനിക്ക് ആത്മാക്കളായിട്ട് തോന്നണം. ഒരാത്മാവിൻ്റെ വില സകല ഭൂമിയേക്കാളും വിലയേറിയതാണ്. അതുകൊണ്ട് സ്ഥാപനം നടത്തുന്നതിനേക്കാളും അതേ സോദരം ആത്മാക്കളോടുള്ള ബന്ധത്തിൽ അവിടെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് സ്ഥാപനം ബൈബിൾ കോളേജ് എനിക്ക് നിർത്തേണ്ടി വന്നു. പക്ഷെ അതിനകത്ത് അതേ ഹല്ലേലൂയ, ഞാൻ ഓർത്തു ആത്മാക്കൾക്ക് വേണ്ടിയല്ലേ. അപ്പം ഞാൻ ഈ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അവരാണെങ്കിൽ 7 വർഷം ഞാൻ അതിനകത്ത് താമസിച്ചു.
രാപകല് അവരോടുകൂടെ പാർത്തു. അവർക്കെല്ലാം എന്നെ ഭയങ്കര സ്നേഹമാണ്. കാരണം നാം അവരോടുകൂടെ നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവർ നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ തന്നെ അതേ സ്തോത്രം, ആ ദേശത്തു നിന്ന് ചുറ്റുപാടുള്ള ദേശങ്ങളിലേക്കും പ്രവർത്തനം വ്യാപരിപ്പിക്കുവാനും അനേക ഇടങ്ങളിൽ നിന്ന് ആളുകൾ ധാരാളം അവിടെ കടന്നു വന്നു. ഞങ്ങൾ ഒരു ഓലഷെഡ് വാടകയ്ക്ക് എടുത്താണ് അവിടെ ആരാധന നടക്കുന്നത്. അത് ഊറ്റുകുഴിയെന്ന് പറയും. മഴ പെയ്ത് വെള്ളം കയറിയിട്ട് ഞങ്ങളെല്ലാം അതേ സ്തോത്രം മുട്ടിൻ്റെ മേളിൽ വരെ ചെളിവെള്ളം കൊണ്ട് നിറഞ്ഞ സന്ദർഭങ്ങളുണ്ട് സ്തോത്രം. പിന്നെ എല്ലാവരും അത് കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് പിറ്റേ ദിവസം ഉണങ്ങുമ്പം ചെളിയെല്ലാം കോരിക്കളഞ്ഞ് അതേ സ്തോത്രം അവിടെ വളരെ കഷ്ടം സഹിച്ചു. കാരണം ഒരു വാടക കെട്ടിടം എടുക്കാനുള്ള സാമ്പത്തിക ശേഷി അന്നില്ല. അത് കഴിഞ്ഞാണ് പിന്നെ ഒരു വാടക കെട്ടിടം എടുത്ത് മാറാനായിട്ട് കർത്താവ് ഇടയാക്കിയത് സ്തോത്രം. അപ്പം ദൈവീക കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് പലപ്പോഴും സാത്താൻ സമ്മതിക്കത്തില്ല. എതിർപ്പുകൾ പല നിലകളിൽ നേരിടേണ്ടതായിട്ട് വന്നു സ്തോത്രം. അവിടുന്ന് നാട്ടിലേക്കുള്ള ബന്ധത്തിൽ ഞാൻ നിലമ്പൂരിൽ അവിടെ സുവിശേഷ വേലയ്ക്ക് ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പിന്നെ തിരുവനന്തപുരത്തേക്ക് പോയത്. അപ്പോൾ അവിടെ എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ നേരിട്ടു. പക്ഷെങ്കിൽ ഞാൻ ചെങ്കച്ചോള വിട്ടില്ല. കാരണം ദൈവാത്മാവ് പറഞ്ഞൊരു വിഷയമായതുകൊണ്ട്. ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന കർത്തദാസന്മാരോടുകൂടെ ചേർന്നാണ് പറയുന്നത്. നമ്മളെ ദൈവം ഒരു സ്ഥലത്ത് അയച്ചു കഴിഞ്ഞാലും എതിർപ്പുകൾ പലപ്പോഴും വരും. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. സഹോദരപുത്രനായ ലോത്ത് കൂടെയുണ്ട്. ആട്ടിടയന്മാർ തമ്മിൽ പ്രശ്നമുണ്ട്. അബ്രഹാം എന്നാ പറഞ്ഞത്? നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തു, കാരണം എന്നെ കനാൻ ദേശത്തേക്ക് പോകാനാ. അബ്രഹാമിനെ സംബന്ധിച്ചോളം കനാൻ വലുത്, അത് നോക്കി ഇറങ്ങിയിരിക്കുക. എന്നാൽ ലോത്ത് സോദോം കണ്ടപ്പോൾ പറയുക, യഹോവയുടെ തോട്ടം ഏദൻ തോട്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത് സ്തോത്രം. ലോകത്തിലുള്ളതൊന്നും നോക്കി നമ്മൾ അതേ സ്തോത്രം മനസ്സ് നമ്മുടെ ചാഞ്ഞു പോകല്ലേ. ദൈവവിളി കേട്ട് ഇറങ്ങിയാൽ ആ ദൈവം അയക്ക കാര്യത്തിൽ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ഉത്സാഹിക്കാനായിട്ട് സ്തോത്രം. അങ്ങനെ അവിടെ സ്നാനം നടക്കാനായിട്ട് തുടങ്ങി. 80-ൽ പരം ആളുകൾ അതേ സ്തോത്രം സ്നാനപ്പെട്ടു. ആ മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും എന്നോടുകൂടെ കാലലിയ മുന്നോട്ട് പോകാനായിട്ട് ചിനുപുനസ് എന്ന് പറയുന്ന റാന്നിക്കാലിനൊരു സഹോദരൻ കൂടെ കടന്നു വന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിപ്പാനായിട്ട് തുടങ്ങി. ദൈവീയ രാജ്യത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ടും അനേക ചെറുപ്പക്കാരെ ദൈവകാര്യങ്ങളിൽ ഉത്സാഹികളാക്കുവാൻ, ധൈര്യശാലികളാക്കുവാൻ കർത്താവ് കൃപ തന്നു സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് സൂസൻ രാജ് KPSC എന്നാണ്. ഞാൻ 37 വർഷം നാടകം, സിനിമ, സീരിയലിലൊക്കെ അഭിനയിച്ചു. എനിക്ക് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ആ സമയത്താണ് എബ്രഹാം തോമസ് പാസ്റ്ററും കുടുംബവും വന്ന് എന്നെ പ്രാർത്ഥിക്കുകയും എൻ്റെ രോഗങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചു. എനിക്കിപ്പോൾ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, അതിലും ദൈവം എന്നെ രക്ഷിച്ചു. യൂട്രസിന് ഓപ്പറേഷൻ കഴിഞ്ഞു, അതിലും ദൈവം എന്നെ രക്ഷിച്ചു. എല്ലാം യേശുവപ്പ മാത്രമാണ്. ഞാൻ ഒരു കാലഘട്ടത്തിൽ യേശുവപ്പനെ ഞാൻ ഒരുപാട് പറയുകയും ബന്ദിക്കോസ് പള്ളി കെട്ടുകയാണെങ്കിൽ അടിച്ച് തകർക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിന്ന് ഇപ്പോഴും ഞാൻ എൻ്റെ യേശുവപ്പൻ മാത്രമാണ് എനിക്കുള്ളത്. വേറെ ആരും എനിക്കില്ല. എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും വിടിവിച്ചതും യേശുവപ്പൻ മാത്രമാണ്. ഇപ്പോഴെന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതും എബ്രഹാം തോമസ് പാസ്റ്റർ, ജിനു പുന്നസുമാണ്. എന്നെ ഇപ്പോൾ എന്ത് കാര്യത്തിനും വന്ന് സഹായിക്കുന്നത്. എനിക്ക് ഭർത്താവില്ല, എന്ത് കാര്യം വന്നാലും അവരാണ് എന്നെ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അജിത. ഞാൻ 1995 വിശ്വാസത്തിൽ കടന്നു വന്നു. എനിക്ക് ശരീരത്ത് വളരെയേറെ ഒരു രോഗം ബാധിച്ചു. ഞാൻ മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ശ്രീനാഥ് ഡോക്ടറായിരുന്നു എന്നെ ചികിത്സിച്ചത്. ഞാൻ 685 ഒരു ബ്ലഡ് മാറ്റുന്ന ഒരു അസുഖമുള്ള വ്യക്തിയായിരുന്നു. വളരെ കഷ്ടവും പ്രയാസവും ഒക്കെ ജീവിതത്തിൽ വന്ന് വേണ്ടിയ ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള അസുഖത്തിൻ്റെ ഇതിൽ എനിക്ക് ആ ഒരു വിശ്വാസം ജീവിതത്തിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ എങ്കിലും ദൈവം എൻ്റെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ എന്നൊരു കോട്ടയായി തീർന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവദാസനയുടെ ഈ ദേശത്ത് കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ശരീരത്തിൽ നിന്നൊരു പ്രത്യേക ശക്തി എൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുകയും ഞാൻ ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കുവാൻ എനിക്കത് കഴിഞ്ഞു. ആ അസുഖത്തിന് ശേഷം ഞാൻ ഇന്നുവരെയും ചെക്കപ്പിന് പോവുകയോ ഒരു ഗുളിക കഴിക്കുകയോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഞാൻ എഴുന്നേറ്റൊന്ന് നടക്കുക പോലും ചെയ്യാത്തൊരവസ്ഥയിൽ ദൈവം ഞങ്ങളുടെ ദൈവദാസന്മാർ എനിക്ക് വേണ്ടി ഇടുന്നു പ്രാർത്ഥിച്ചു. അതിന് ദൈവം വ്യത്യാസം വരുത്തി. പൂർണ്ണമായി ദൈവം എനിക്ക് വിടുതൽ തന്നു. ആ വിശ്വാസം ഇന്നും കടന്നു പോകുന്നു. ഞാനിപ്പോഴും ജോലിക്ക് കടന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ ദൈവദാസൻ ദേശത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഉപസിക്കുകയും ഉപവാസത്തിൻ്റെ പുറത്ത് ദൈവം ഞങ്ങൾക്ക് മറുപടി അയക്കുന്ന ദൈവമാകെ പൂർണ്ണമായി ദൈവം ഞങ്ങളെ വിടുവിച്ചെന്ന വിശ്വാസത്തോടെ എൻ്റെ സാക്ഷ്യം നിന്നു. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ജിനു പുന്നൂസ്. എൻ്റെ സ്വദേശം റാന്നി. എനിക്ക് എൻ്റെ ഭാര്യ സൂസൻ, 2 കുഞ്ഞുങ്ങൾ ജോഷുവ, ജോനാൻ. 2006 സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ എൻ്റെ ബൈബിൾ കോളേജ് പഠനത്തിന് ശേഷം തിരുവനന്തപുരം ചെങ്കൽച്ചൂള എന്ന് പറയുന്ന മനോഹരമായ ദേശത്ത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് കെ എബ്രഹാമിനോട് ചേർന്ന് പ്രവർത്തനവുമായി ഈ ദേശത്ത് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്നേക്ക് 19 വർഷമായി കുടുംബമായി ഈ ദേശത്ത് ഈ കോളനിയിൽ താമസിച്ച് കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. തിരുവനന്തപുരം ചെങ്കൽച്ചൂള എന്ന് പറയുന്നതായ ഈ ദേശം തമ്പാനൂരിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിന് അകത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ബൈക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ഭൂപ്രദേശമാണ്. ഏകദേശം 11.5 ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്നതായ ഈ ദേശത്ത് 3000-ഓളം കുടുംബങ്ങളും ഏകദേശം 10,000-ഓളം മെമ്പേഴ്സുകളും തിങ്ങിപ്പാർക്കുന്നതായ ഒരു പ്രദേശമാണ് ചെങ്കൽച്ചൂള എന്ന് പറയുന്നതായ ഈ ദേശം. ഒരു കാലത്ത് വളരെ ഭീകര അന്തരീക്ഷത്തിൽ ലഹരിക്കും കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് അനേക യുവജനങ്ങൾ, അനേക യുവാക്കൾ പാപത്തിൽ കിടന്നതായ ഈ ദേശത്ത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ദേശത്തിന്മേൽ കടന്നു വരികയും അനേകർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാനും അവരുടെ പാപ വഴികളിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് കർത്താവിനെ അറിയുവാനും കർത്താവ് കൃപ ചെയ്തു. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഫലമായി അനേക കാരാഗ്രഹങ്ങളിലും ജയിലറുകളിലും അടയ്ക്കപ്പെട്ട യൗവനക്കാർ ഇന്ന് യേശുവിനെ അറിയുവാനും അനേക സുവിശേഷകന്മാർ തന്നെ ഈ ദേശത്ത് നിന്ന് എഴുന്നേൽക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഈ ദേശത്ത് ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി. അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥനകളും അനേക പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ട് ഈ ദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ കർത്താവ് മാറ്റി ഇന്ന് സുവിശേഷത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം വരുത്തുവാനായിട്ട് ഇടയായി. ഒരു കാലത്ത് ആത്മഹത്യകളും കൊലപാതകങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പകപോക്കലുകൾ കൊണ്ടൊക്കെ നിറഞ്ഞിരുന്നതായ ഈ ദേശം ഏകദേശം 1 മാസം 4 ആത്മഹത്യകൾ വരെ ഈ ദേശത്ത് മാസം തോറും നടക്കുമായിരുന്നു. എന്നാൽ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് ഈ ദേശം ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുകയും രാത്രിയുടെ യാമങ്ങളിലും വെളുപ്പാൻ സമയങ്ങളൊക്കെ യൗവനക്കാരുമായി ഒറ്റയ്ക്കുമൊക്കെ കടന്നുപോയി ഈ ദേശത്തിൽ കൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ആത്മഹത്യയുടെ ശക്തികളൊക്കെ കർത്താവ് ഈ ദേശത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. സുവിശേഷത്തിൻ്റെ ആരംഭ സമയങ്ങളിലൊക്കെ ഒത്തിരി എതിർപ്പുകളും ഒത്തിരി വെല്ലുവിളികളും ഒത്തിരി പ്രശ്നങ്ങളുമൊക്കെ കടന്നു വരുവാനായിട്ടിടയായി. എന്നാൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം ദൈവം ഈ സഭയെ ഈ ദേശത്തിൻ്റെ നടുവിൽ വളർത്തുവാനായിട്ട് ഇടയായി. ദൈവം ഈ സഭയെ ദേശത്തിൻ്റെ നടുവിൽ ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ സഭയിൽ ഇന്ന് ഏകദേശം 150-ൽ പരം വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കുകയും ഏകദേശം 65 കുടുംബങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് കൃപ ചെയ്യുന്നു. ഏകദേശം 22 വർഷക്കാലമായി ഈ ദേശത്ത് ന്യൂ ഇന്ത്യ ചർച്ചക്കൂടിനുള്ള ബന്ധത്തിൽ ഈ പ്രവർത്തനം ആരംഭിക്കുവാനായിട്ടിടയായി. പല വാടക കെട്ടിടങ്ങളിൽ മാറി മാറി ആരാധന നടത്തി വരികയും എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ മാസം ഈ ദേശത്ത് ഒരു 5 സെൻറ്റ് വസ്തു ഒരു ബിൽഡിങ്ങിന് വേണ്ടി അഡ്വാൻസ് കൊടുക്കുകയും ദൈവം അനുവദിച്ചാൽ നവംബർ മാസത്തിൽ അത് എഴുതി അവിടെ ആരാധന ആരംഭിക്കുവാനും കർത്താവിൽ ശരണപ്പെട്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ്. അനേക ദൈവദാസന്മാർ ഈ ദേശത്ത് കടന്നു വന്നു. അനേക സുവിശേഷ പ്രവർത്തനങ്ങൾ ഈ ദേശത്ത് നടക്കുവാനിടയായി. ഇന്ന് ഏകദേശം 8 ചർച്ചുകൾ ഈ ദേശത്ത് ഉണ്ടാകുകയും അനേകരെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് കൃപ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ദിവസവും ദൈവം ആത്മാക്കളെ നൽകിക്കൊണ്ടിരിക്കുന്നു. അനേക സ്നാനങ്ങൾ ഓരോ വർഷവും കർത്താവ് നൽകി തരികയും പുതിയ കുടുംബങ്ങളെ, പുതിയ ആത്മാക്കളെയൊക്കെ കർത്താവ് ആലയത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ടും ഇടയായിത്തീർന്നു. ഒരു കാലഘട്ടത്തിൽ പോലീസിന് പോലും തലവേദനയായിരുന്ന് പോലീസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിൽ ആയിരുന്ന ഈ ദേശത്തെ ദൈവത്തിൻ്റെ സ്നേഹം അതേ അവസ്ഥകളെ മാറ്റുവാൻ ഇടയായി തീർന്നു. ഇന്ന് പോലീസിന് പോലും ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ടതായ കാര്യമില്ലാതെ വേണം ദൈവത്തിൻ്റെ മഹത്വം ഈ ദേശത്തിന്മേൽ ദൈവം
ചെയ്തെടുക്കുവാനായിട്ടിടയായി. ഇതിൻ്റെ പേര് തന്നെ മാറി രാജാജിനഗർ എന്ന പേരിൽ തന്നെ ഈ ദേശത്തെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് ഈ ദേശത്തിന്മേൽ വീണ്ടും വലിയ മഹത്വം ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അനേകർ കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. അനേക യൗവനക്കാർ, ഏകദേശം 40-ൽ പരം യൗവനക്കാർ ചർച്ചിൽ തന്നെ അതേ കർത്താവിനെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് വേർതിരിക്കുവാൻ ഇടയായി. അതുപോലെ തന്നെ അനേക പരസ്യയോഗങ്ങളും മറ്റ് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകളും ദേശത്തിൻ്റെ വിവിധ കോണുകളിലും തിരുവനന്തപുരം പട്ടണത്തിൻ്റെ വിവിധ ഇടങ്ങളിലും പോയി കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, പരസ്യയോഗങ്ങൾ കൂടെ അനേകരെ കർത്താവിനെ ഉയർത്തുവാനൊക്കെ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കർത്താവ് ഈ സഭയെ അവസ്ഥകൾ മാറ്റി ഈ തിരുവനന്തപുരം ന്യൂ ഇന്ത്യ ചർച്ചക്കോടിൻ്റെ ഒരു സെൻറ്റർ സഭയാക്കി തന്നെ ദൈവം തീർക്കുവാനിടയായി. ഏകദേശം 10 ദൈവസഭകൾ, ദൈവദാസന്മാർ ഈ സെൻറ്ററിനോട്, ഈ സഭയോട് ചേർന്ന് കർത്താവിനെ ഈ പട്ടണത്തിൻ്റെ നടുവിൽ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർന്നും ഈ ദേശത്തെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ദേശത്തിന്മേൽ ദൈവത്തിന് വലിയ മഹത്വം വെളിപ്പെടുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലെ ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ജയിൽ പുള്ളിയെ കാണാനായിട്ട്, ജയിലിൽ കിടന്ന് പരോളിനിറങ്ങി വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാമെന്ന് വിചാരിച്ച് ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലെന്ന് പറയുന്നത് ഒരു ഓല ഷെഡാണ്, ഒരു തുണി ഇട്ടിട്ടേ ഉള്ളൂ. ആ ഒരു വീട്ടിലേക്ക് ഞാൻ കയറി കാണാൻ ചെല്ലുകയാണ്. ഞാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഒരു വെട്ടുകത്തിയും പിടിച്ച് എന്നെ വെട്ടാനായിട്ടായിട്ട് നിൽക്കുകയാണ്. ഞാൻ അറിയുന്നില്ല, അദ്ദേഹം പെരയ്ക്കകത്ത് നിൽക്കുകയാണ്. ഞാൻ ആ വാതിൽക്കൽ ചെന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞു, സ്തോത്രം. ആ സമയത്ത് സംഭവിച്ച കാര്യം പിന്നെ അദ്ദേഹം പറഞ്ഞതെന്നാണെന്നറിയാമോ? ആ ഹല്ലേലൂയ പറഞ്ഞപ്പം ആ നിന്നിപ്പോൾ പുള്ളി പെരയ്ക്കകത്ത് അവിടെ നിന്നു. ഞാൻ ഷെഡിൻ്റെ ഇങ്ങനെ ഓല മാറ്റി നോക്കുമ്പം പുള്ളി ഇതെനിക്ക് കാണത്തില്ല, പുള്ളി ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ്, ഇത് പുറകെ പിടിച്ചിരിക്കുകയാണ്. പുള്ളിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ക്രൂര മുഖമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ശാലം നേരം നോക്കി വെച്ച് പറഞ്ഞു, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞേച്ച് ഞാൻ പോയി. എന്നാൽ നടന്ന സംഭവം, അദ്ദേഹത്തെ ആരോ പിടിച്ചു നിർത്തിയതുപോലെ അദ്ദേഹം നിന്നു. പിറ്റേ ദിവസം അദ്ദേഹം രാവിലെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് എൻ്റെ കാൽക്ക് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, പാസ്റ്ററെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് രാത്രി കിടക്കാനൊത്തില്ല, ഉറങ്ങാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര അസ്വസ്ഥനായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തു നിന്ന് ഒരു 5-6 ദുരാത്മാക്കൾ വിട്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. കൃപയാൽ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുവാനും കർത്താവ് ഭാഗ്യം തന്നു, സ്തോത്രം. ഒരത്ഭുതം പറയുന്നത്. കാരണം അതിൻ്റെ പിമ്പിലൊക്കെ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളാണ്. മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഫിക്സ് രോഗം വരും. മാസത്തിൽ 3 ദിവസം ഫിക്സ് വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി ഭയങ്കര ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തും, തിരിച്ച് വീട്ടിൽ വരും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട് പാസ്റ്റർ, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഇനി ഫിക്സ് വരുമ്പോൾ സമയത്ത് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫിക്സ് വന്ന സമയത്ത് ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഒരു ദുരാത്മശക്തിയാണ്, അത് വന്നും പോയി നിൽക്കുകയാണ്. മാസത്തിൽ 3 ദിവസത്തേക്ക് കാണാൻ വരുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രത്യേക പേരൊക്കെ ഉണ്ട്, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. അതേ സ്തോത്രം. ആ പെൺകുട്ടിയുടെ ശരീരത്തു നിന്ന്, അതൊരു അമ്മയായിരുന്നു, അവരുടെ ദേഹത്തു നിന്ന് ദുരാത്മാവ് വിട്ടുപോയി. ആ മെലിഞ്ഞ് ഉണങ്ങിയിരുന്ന അവർ ഇന്ന് കൃപയാൽ സഭയിൽ മെമ്പറാണ്. അവർ വളരെ ആരോഗ്യവതിയായി ജോലിക്ക് പോകാനായിട്ട് കർത്താവ് ഇടയാക്കി. മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചോളം കാല് നീര് വെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, പ്രാർത്ഥിച്ച് സൗഖ്യമായി. വേറൊരു വ്യക്തിയെ സംബന്ധിച്ചോളം മാറാത്ത തലവേദനയായിരുന്നു, പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്തു. ഇതിൻ്റെ എല്ലാം പിൻപിൽ പ്രവർത്തിക്കുന്ന ദുരാത്മശക്തികളാണ്. ഒരു 90% അന്ധകാരശക്തിയുടെ പ്രവൃത്തികളാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ ചെന്നാൽ ഭയങ്കര പ്രശ്നം, സഭാ ഹാളിൽ വരുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കൽ അവർ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അവരുടെ ശരീരത്തുള്ള ദുരാത്മാവ് പുറത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു, സ്തോത്രം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചേച്ച് ദൂതനോട് പറഞ്ഞു, ദൂതനെ അതിനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇത് പറയുകയും ഈ പെൺകുട്ടി പ്രാർത്ഥിക്കുന്നിടത്ത് ബഹളം വെച്ച്, അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ സാധാരണ പള്ളിയിൽ കയറാറില്ല, ഞാൻ പള്ളിയുടെ പുറത്ത് നിൽക്കത്തേ ഉള്ളൂ, പള്ളി വരുമ്പം ഞാൻ പുറത്ത് നിൽക്കും, പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവിടെ കൂടെ കൂടും, വീട്ടിൽ ചെന്നാൽ മഹാ അലമ്പാണ്, സ്തോത്രം. ഈ മഴക്കാളി പിശാചുക്കളുണ്ട് കേട്ടോ, സ്തോത്രം. അപ്പോൾ അനേക വാശി പിടിപ്പിക്കുന്ന പിശാചുക്കൾ, അതിനെ പിന്നെ ശാസിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ധാരാളം വിടുതലുകളും അത്ഭുതങ്ങളും നടക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മൾ വിശ്വാസികളായ പലരും വഴക്കാളികളുണ്ട് കേട്ടോ, സ്തോത്രം. അതിൻ്റെ എല്ലാം പുറകിലൊരു പിശാചൂടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകല്ലേ. അതുകൊണ്ട്
കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് കഴിയത്തില്ല. അപ്പം ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തി ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിനകത്ത് ചെങ്കച്ചൂളയിൽ എത്രയോ അത്ഭുതങ്ങൾ ഇതുപോലെ എണ്ണമറ്റ കാര്യങ്ങൾ പറവാനായിട്ടുണ്ട്. സ്തോത്രം. ജീവിതയാത്രകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്ന വഴികൾ, അത്ഭുതകരമായ വഴികളിൽ കൂടെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. അനേക സന്ദർഭങ്ങളിൽ എന്നെ പല സ്ഥലങ്ങളിൽ തടയപ്പെടാനൊക്കെ ഇടയായിത്തീർന്നു. തടയപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ ഞാൻ അതിലെ കാലിൽ പിന്നത്തേതിൽ പോകാൻ കർത്താവ് ഇടയാക്കി. ദൈവം ചിലരെയൊക്കെ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതേ സ്തോത്രം. അപ്പം നമുക്കെതിരെ നിൽക്കുന്ന സാത്താന്യ ശക്തികളുണ്ട്. അവിടെ നമ്മളെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഉപവാസത്താലും പ്രാർത്ഥനയാലും നമുക്ക് ജയിപ്പാനായിട്ട് കഴിയും. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്, ശക്തിയുടെയും ബലത്തിൻ്റെ ആത്മാവിനെയാണ്. ഇത് ഞാൻ പറയുന്നത്, ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവം വെളിപ്പാടുകൾ തരും, ദർശനങ്ങൾ തരും, കാഴ്ചപ്പാടുകൾ തരും. ദൈവാലോചന പ്രകാരം യാത്ര ചെയ്യാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാനും ജിനു പുന്നസ് എന്ന് പറയുന്ന കത്തദാസനും കൂടെ ചേർന്ന് ഇന്ന് ചെങ്കച്ചൂളയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ ഇനി എൻ്റെ ഭവനത്തിൻ്റെ കാര്യത്തെ കൂടെ പറയണമല്ലോ. ദൈവം എനിക്ക് 4 മക്കളെ തന്നു. ചെങ്കൽച്ചൂളയിൽ വർക്ക് നടക്കുമ്പോൾ തന്നെയാണ് ചുങ്കത്തറയിലെ കാര്യങ്ങളോടെ നോക്കുന്നത് കൊണ്ട് ഞാൻ ചുങ്കത്തറയിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചുങ്കത്തറയിലായിരിക്കും. വ്യാഴാഴ്ച തിരുവനന്തപുരത്തിന് പോകും. അങ്ങനെ വന്നും പോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2014 എൻ്റെ മൂത്ത മോടെ വിവാഹം നടക്കുവാനായിട്ട് സാഹചര്യം ഒരുക്കി. വിവാഹ സമയമായപ്പോൾ എൻ്റെ കാശില്ല, താമസിക്കാൻ ഒരു വീടില്ല. അങ്ങനെ ചില സന്ദർഭങ്ങളാണ് ആ സമയത്തുള്ളത്. 2011 ദൈവാത്മാവ് വീട് പണിയാൻ പറഞ്ഞു. വീട് പണിതു. പണിയാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര എതിർപ്പ്. ചുങ്കത്തറയിൽ എതിർപ്പെന്ന് പറഞ്ഞാൽ പോലീസ്, കേസ്, വഴക്ക്, കോടതി. കാരണം അങ്ങനെ ചില കാര്യങ്ങൾ. നമ്മൾ നിരപരാധികളാണ്, എന്നാൽ അവിടെ പണിയണ്ടെന്നുള്ള നിലയിൽ സ്തോത്രം. എന്നാൽ കർത്താവ് അതിനകത്തുനിന്നെല്ലാം നീക്കുപോക്ക് തന്നു. ദൈവം നമുക്ക് വേണ്ടി ചില അധികാരസ്ഥരെയും കാര്യസ്ഥരെയും ഒക്കെ ദൈവം എഴുന്നേൽപ്പിച്ചു. 2014 അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഞങ്ങൾ 10-22 വീടുകളിൽ മാറി മാറി താമസിക്കുകയാണ്. ഞങ്ങൾ ഓരോ പ്രാവശ്യവും പഠിത്തം കഴിഞ്ഞ് വരുമ്പോൾ ഓരോ വീട്ടിലായിരിക്കും. ഞങ്ങളുടെ കല്യാണത്തിനെങ്കിലും ഞങ്ങൾക്ക് കയറി കിടക്കാനും സ്വന്തമായിട്ടൊരു വീട് തരണമെന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. 2014 വീടിൻ്റെ പണി പൂർത്തീകരിച്ച് 2-ാം തീയതിയാണ് ജനുവരി 2-ാം തീയതി. ജനുവരി 4-ാം തീയതി മോളെ വിവാഹത്തിന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. സ്തോത്രം. അപ്പം നമ്മൾ എത്ര നാളുകൾ വീടോ ഇല്ലെന്ന് വിചാരിച്ചോ സങ്കടപ്പെട്ട് ഭാരപ്പെടുമ്പോൾ കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ ചില പാട്ടുകൾ എഴുതാൻ കർത്താവ് ഇടയാക്കി. പക്ഷേ സമയമായപ്പോൾ ഭൂമിയിലൊരു വീട്, അതായത് ഞാൻ വിശ്വസിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. കാരണം അവരാഗ്രഹിച്ചു, എനിക്ക് സ്വർഗത്തിൽ വീടുണ്ടെന്നും വലിയ പ്രത്യാശയുണ്ട്. കാരണം ദൈവത്തിന് ഇഷ്ടമാണ് തരുമെന്നുള്ള ചിന്ത എനിക്കുള്ളായിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അല്ലായിരുന്നു. അവരുടെ ആഗ്രഹമായിരുന്നു അവിടെ കല്യാണത്തിനെങ്കിലും സ്വന്തമായൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന്. അങ്ങനെ മോടെ വിവാഹം 2014 ജനുവരി മാസം 4-ാം തീയതി വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ ഇടയാക്കി. അതേ മാസം 20-ാം തീയതി ആയിരുന്നു മൂത്ത മോൻ്റെ വിവാഹം. അത് ഒരു അത്ഭുതകരമായി ദൈവം തമ്പുരാൻ്റെ കൃപയാൽ നടക്കാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ 2015 എനിക്ക് കൊല്ലാത്ത ഒരു രോഗം എന്നെ ബാധിച്ചു. ആനെ വളരെ കഷ്ടത്തിലായി, മരിച്ചു പോകുമെന്നുള്ള ഒരു നിലയിലെത്തി. ആ സമയത്ത് എൻ്റെ ബ്രെയിനെല്ലാം ഡാമേജ് ആയതുപോലെ ശരീരമെല്ലാം അസ്വസ്ഥനായി ബോധമില്ലാത്ത ICUവിൽ കിടക്കുമ്പോൾ ഞാനൊരു ദർശനം കാണുകയാണ്. ദൂതന്മാർ വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. അപ്പം ഞാനിങ്ങനെ ദർശനത്തിൽ കാണുന്നത്, ഒരു സൈഡിൽ കറുത്ത ദൂതന്മാരും ഒരു സൈഡിൽ കുപ്പായ വിട്ടെന്ന് പറഞ്ഞാൽ നല്ല സ്വർണ്ണ കുപ്പായ വിട്ട വെള്ള ദൂതന്മാരും. ഞാനിങ്ങനെ ചെറിയ കണ്ണ് തുറന്ന് നോക്കുന്ന പോലെ ദർശനത്തിൽ കാണുമ്പോൾ 2 ഗ്രൂപ്പ് ആളുകളാണ്. ഒരാൾ കറുത്ത. അപ്പോൾ എനിക്ക് മനസ്സിലായി പൈശാചിക ശക്തികളാണ്. മറ്റേത് ഒറ്റ കളറും ഒരേ വകുപ്പിൽപ്പെട്ടവരുമാണ്. സ്തോത്രം. അപ്പോൾ എനിക്ക് സ്വർഗീയ ദൂതന്മാരാണ്. അപ്പം ഞാനിങ്ങനെ ആ കിടപ്പ് മേളിലോട്ട് ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കി വെച്ച് പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞ് എന്തും വേണ്ട വാഗ്ദത്തങ്ങൾ നിറവേറാൻ കിടക്കുക. അപ്പം എന്നോട് ആ സമയമായോ എന്ന് ഞാൻ ചോദിക്കുകയും, അപ്പോൾ ഇവർ തമ്മിൽ വാദപ്രതിവാദം നടത്തുന്നവർ, കറുത്ത ദൂതന്മാർ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോക്കോളാമെന്ന്, വെള്ള ദൂതന്മാർ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോക്കോളാമെന്ന്. ഇങ്ങനെ ഈ വാദപ്രതിവാദത്തിൻ്റെ ഇടയിലാണ് ഞാൻ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറിയോ എന്ന് ചോദിക്കുകയും ഇവർ 2 പേരും അപ്രത്യക്ഷമാകുകയും ഞാൻ സുബോധത്തിലേക്ക് മടങ്ങി വന്ന് 2015 വീണ്ടും പുറത്തു വരുവാൻ കർത്താവ് ഇടയാക്കി. സ്തോത്രം.
എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ മരണത്തിൻ്റെ വക്കോളം എത്തിയാലും ദൈവം തമ്പുരാൻ അവിടുന്ന് വിടുവിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുത്തു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ, അല്ലെങ്കിൽ നമ്മളോടുള്ള വാഗ്ദത്തങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിപ്പാനും നമ്മൾ മറന്നു പോകല്ലേ. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ 2015 ആ വിഷയത്തിന് ശേഷം 2016 വീണ്ടും അതേ സ്തോത്രം ഞാൻ വെല്ലൂരിൽ അസുഖമായിട്ട് കടന്നു പോകേണ്ടി വന്നു. കർത്താവ് അവിടുന്ന് വിടുവിച്ചു. അതേ സ്തോത്രം. അപ്പം ഇതെല്ലാം ഞാൻ തിരുവനന്തപുരം പോവുകയും വരികയും ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, പല കഷ്ടങ്ങൾ, പല രോഗങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നു. ആ സമയത്ത് ഞാൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതേ സ്തോത്രം. ആ സമയത്ത് സംഭവിച്ച ഒരു അത്ഭുതം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചില തീരുമാനങ്ങളെടുത്തു. കർത്താവിന് വേണ്ടി ഇനിയും ഓടും, ഇനിയും അധ്വാനിക്കും. വെല്ലൂരിൽ നിന്ന് എന്നോട് പറഞ്ഞ് ഇനിയും ഒരു 3-4 മാസത്തേക്ക് റെസ്റ്റ് എടുത്ത് ആ വീട്ടിലിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞുടനെ ഞാൻ എൻ്റെ പിള്ളേരോടും ഭാര്യയോടും പറഞ്ഞു, 2-3 മാസം റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല. എൻ്റെ ഒരു സ്നേഹിതൻ സൗദി അറേബ്യയിലുള്ള അതേ ഒരു പാസ്റ്ററുണ്ട്. സ്തോത്രം. ഞാൻ ആ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരു വിസ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. അപ്പം പാസ്റ്റർ എനിക്ക് വിസ അയച്ചു തന്നു. ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞ് നേരെ വീട്ടിലല്ല, നേരെ സൗദി അറേബ്യയ്ക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അനേക മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കണം. ഞാൻ ആ മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിയമക്കളെ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ ആരോഗ്യം വന്നു, എങ്ങനെ കാര്യം നടന്നു. ആ 2-3 മാസക്കാലം അവിടെ ശുശ്രൂഷിപ്പാനും യാത്ര ചെയ്യുവാനും കർത്താവ് അത്ഭുതകരമായി നടത്തുവാൻ കർത്താവ് ഇടയാക്കി. ഞാൻ തിരിച്ചു വരുമ്പോൾ ദൈവവേലയ്ക്ക് സാമ്പത്തികമായ ചില വഴികളുമായി ഞാൻ ആരോഗ്യവാനുമായി. സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മളോടുണ്ട്. എന്നോട് അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ അമേരിക്കയ്ക്ക് പോകും, അവിടെ പോകും, ഇവിടെ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ പ്രിയമുള്ളവരെ, എൻ്റെ ചേട്ടൻ ഞാൻ രായ്ചാനെന്ന് വിളിക്കും. ഇതൊക്കെ പിന്നെ സ്തോത്രം. രായ്ചാന് എൻ്റെ പേപ്പർ അമേരിക്കയിലാണ് അവർ ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ ഫയൽ ചെയ്യുന്നത് 2003 അവർ ഫയൽ ചെയ്തതാണ്. 2003 ഫയൽ ചെയ്തത് 2017 വിളിച്ചു. ഞാനും എൻ്റെ ഭാര്യയും രണ്ടാമത്തെ മകൻ ടിപ്സനും ഇളയ മോള് ടിസിയായുമായിട്ട് 2017 അമേരിക്കയിൽ വരാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ ഇതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മളിൽ ഒരു പദ്ധതിയുണ്ട്. എന്നാൽ സാത്താൻ പലപ്പോഴും നമ്മളെ കൊന്നുകളയാനും തകർത്ത് കളയാനും ഒക്കെ പദ്ധതി ഇടുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ നിൽക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ അമേരിക്കയിലേക്ക് കടന്നു വരാൻ കർത്താവ് ഇടയാക്കി. വന്നും പോയി നിൽക്കുന്നു. അമേരിക്കയിൽ എല്ലാ 5-6 മാസം ഞാനിവിടെ കാണും. ബാക്കി കേരളത്തിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മിഷൻ ബോർഡിൻ്റെ ഡയറക്ടറായിട്ട് ന്യൂ ഇന്ത്യ ചർച്ച ബോർഡിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ മുറ്റത്ത് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവിടെ ഉള്ളപ്പം അത് ടീമായിട്ട് 5 വണ്ടിയിൽ 10-25 പേരെയും കൊണ്ട് പരസ്യം നടത്തുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ ശക്തമായ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. 4 മക്കളുടെയും വിവാഹം കഴിഞ്ഞു. 4 പേരും കുടുംബസ്ഥരായി. 2 പേർ അമേരിക്കയിലും, ഒരാൾ ബെൽജിയത്തിലും, ഒരാൾ ദുബൈയിലുമായിട്ട് ആയിരിക്കുന്നു. സ്തോത്രം. ഇവർ 4 പേരും കർത്താവിൻ്റെ വേലക്കാരാണ്. മൂത്ത മകൻ പാസ്റ്ററാണ്, അവൻ്റെ ഭാര്യ ഓർഡിനേഷൻ പാസ്റ്ററാണ്. 2 പേരും കർത്താവിൻ്റെ മഹത്തരമായ വേലയ്ക്ക് പ്രയോജനമാണ്. അതേ സ്തോത്രം. രണ്ടാമത്തെ മകള്, അവിടെ ഭർത്താവ് 2 പേരും ഓർഡിനേഷൻ പാസ്റ്റേഴ്സാണ്. അവർ ബെൽജിയത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. മൂന്നാമത്തെ മകൻ ടിപ്സനും അവൻ്റെ ഭാര്യ ആൻസി 2 പേരും ഓർഡിനേഷനുള്ള പാസ്റ്ററാണ്, അമേരിക്കയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 4ാമത്തെ മകൾ വർഷിപ്പ് ലീഡറാണ്, ഹസ്ബൻഡ് ദുബൈയിലാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പം നമ്മൾ ഒരു കാലത്ത് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹത്തിന് മുമ്പ് ആഗ്രഹിച്ചൊരു കാര്യം, എനിക്ക് തരുന്ന മക്കളെല്ലാം കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്. ഞാൻ അതിന് നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങളെല്ലാം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സുവിശേഷ വേല ചെയ്യണമെന്ന്. അതിന് പല ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം, അവരെല്ലാം വിശ്വസ്തരാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. ഞാൻ എൻ്റെ ആദ്യ കാലത്ത് തന്നെ പറയുമായിരുന്നത്, എനിക്ക് ദൈവം 4 മക്കളെ തന്നാൽ 4 ഭൂഖണ്ഡങ്ങളിലായിരിക്കണമെന്ന്. ഇന്ന് 3 ഭൂഖണ്ഡങ്ങളിലാണ്. സ്തോത്രം. ഒന്ന് യൂറോപ്പിലും, ഒന്ന് അമേരിക്കയിലും, ഒന്ന് ഏഷ്യയിലുമാണ്. ഇളയ മോളോട് പറയാറുണ്ട്, ഇനി നിങ്ങൾ ദൗത്യം ഏറ്റെടുക്കുമ്പം ഇനി ആഫ്രിക്കയോട് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ചിലരെന്നോട് ചോദിക്കും, പാസ്റ്ററെ നോക്കാൻ ആരും വേണ്ടെന്ന്. ചിലപ്പോഴൊക്കെ യൂട്യൂബിലൊക്കെ ഞാൻ കാണാറുണ്ട്, പിള്ളേരെ പഠിപ്പിച്ച് അവിടെ ഇവിടെയെല്ലാം വിട്ടു, അപ്പനെയും അമ്മയും നോക്കാൻ ആരുമില്ലെന്ന്.
അതേ സ്തോത്രം. വേദോസം പഠിച്ചാൽ അപ്പനെ അമ്മയെ നോക്കാൻ കർത്താവാണ് ഏറ്റവും നമ്മുടെ കൂടെയുള്ള കഷ്ടകാലത്ത് തുണയായിരിക്കുന്നത്. കാരണം പിള്ളേരല്ല, നമ്മൾ പിള്ളേരെ പഠിപ്പിച്ചത് എനിക്കൊരു സങ്കടവുമില്ല. കാരണം അവരെല്ലാം ഒരു ഭൂലോകത്തിലൊക്കെ പോയി സുവിശേഷം അറിയിക്കട്ടെ എന്നുള്ള നിലയിൽ ഞാൻ സാധാരണ ചിലരോട് പറയാറുണ്ട്, ഞാൻ രോഗിയായിട്ട് കിടന്നിട്ട് കഷ്ടപ്പെടാനുള്ളവനല്ല, പോകുന്ന വഴി പോകുമ്പോൾ നമുക്ക് പോകാനായിട്ടുള്ളവനാണ്. അല്ലെങ്കിൽ കർത്താവ് ബാക്കി കാര്യം നോക്കിക്കൊള്ളാം. എന്താ കാരണം എന്നറിയാം? ഒന്നിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ പലപ്പോഴും ഭയപ്പെടുകയാണ്. എന്ത്? അയ്യോ, ഞാൻ വയസ്സനാകുമോ, ഞാൻ തളർന്നു കിടക്കുമോ, രോഗിയായി തീരുമോ? കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണെന്നുള്ള വിശ്വാസം നമുക്ക് വേണം. ദൈവം നമ്മളെ നടത്തുമെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. ആ ഒരു വിശ്വാസത്തോടുകൂടെ യാത്ര ചെയ്യുന്നുവെങ്കിൽ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. നിങ്ങൾക്ക് ധാരാളം അതേ കാലിയ സുഹൃത്തുക്കളുണ്ടാകണം, നിങ്ങൾക്ക് ധാരാളം സ്നേഹിതരുണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകുന്നത്? ദൈവം നമുക്ക് തന്ന നന്മകളിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കണം. ഞാൻ ഏതാണ്ട് 5-6 വീടോളം പണിയാൻ കർത്താവ് ഇടയാക്കി. പല പിള്ളേരുടെ വിദ്യാഭ്യാസം നടത്തി. ഇന്ന് UK ഒരു ബിനോയ് എന്ന് പറയുന്ന ഒരു കത്രദാസനുണ്ട്. അദ്ദേഹം 7ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി ചുങ്കത്തറയിൽ വീട്ടിലെ കാര്യം നോക്കി പശുവിനെ വളർത്തി നടന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അവനെ അന്നത്തെ കാലത്ത് അവനെ കൊണ്ട് സ്കൂളിൽ ചേർത്തു, വീണ്ടും സ്കൂളിൽ ചേർത്തു. ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്ത് അവർ സഹോദരന്മാർ 3 പേരുണ്ട്. അവരെ കാര്യങ്ങൾ ക്രമീകരിച്ചു, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തു, പഠിപ്പിച്ചു, കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. ഇന്ന് അദ്ദേഹം PD കഴിഞ്ഞു, അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞു. ഇന്ന് UK പാസ്റ്ററും കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. മറ്റൊരാൾ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ മറ്റൊരു പാസ്റ്റർ ബിജേഷ് എന്ന് പറയും. ഒരാൾ ഇന്നിപ്പം നിലമ്പൂരിൽ എൻ്റെ ഓഫീസ് സെക്രട്ടറിയാണ്. അത് നമ്മളെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തരുന്ന എല്ലാ നന്മകളിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ഞാൻ കാറ്റാടിയിലൊക്കെ കഷ്ടപ്പെട്ട് താമസിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ 3-4 ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ് കാണും. അവർക്ക് ആഹാരം കൊടുക്കാൻ തന്നെ ഇല്ല. 5 രൂപയുടെ മത്തി മേടിച്ചുകൊണ്ട് വന്നിട്ട് പറ്റിച്ചിട്ടുണ്ട് സ്വതന്ത്രം. പക്ഷേ ഇന്ന് എനിക്ക് ധാരാളം സ്നേഹിതരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, കൂട്ടുദാസന്മാരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് മനമരുന്നെങ്കിൽ സ്നേഹിതരെ സമ്പാദിപ്പീനെന്നാണ്. അപ്പം നമ്മുടെ ജീവിതയാത്രയിലാണ്. ഇന്നിപ്പം നിലമ്പൂരിനടുത്ത കാറ്റാടിയിൽ ഒരു പാവപ്പെട്ടവൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞിടയിൽ ഒരു ഹിന്ദുവിനൊരു വീട്, ഹിന്ദുവിൻ്റെ ഭാര്യ തളർന്നു കിടക്കുകയായിരുന്നു, അവർക്കൊരു വീട് പണിത് കൊടുക്കാൻ കർത്താവ് സഹായിച്ചു. അപ്പം ദൈവരാജ്യവും ദൈവവേലയും ദൈവനാമത്തിന് വേണ്ടിയും നമ്മൾ ഉത്സാഹത്തോടെ നിന്നാൽ നമുക്ക് ദൈവം ആരോഗ്യം തരും. ഇപ്പോൾ എനിക്ക് 70 വയസ്സായി. സ്വതന്ത്രം 70 വയസ്സായെന്നുള്ള സത്യമാണെങ്കിലും 50 വയസ്സിൻ്റേതായ ചുറുചുറുക്കലാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തനാണ്. കാലേ പറഞ്ഞ പോലെ 40 വയസ്സിൻ്റെ വെച്ചുകൊണ്ട് പറയുകയാണ്, അന്നത്തെപ്പോൾ ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട്, ആ എബ്രോൻ മല എനിക്ക് തരിക, അനാക്യമല്ലന്മാരോട് ഞാൻ പൊരുതാം. ഇത് നമ്മളെന്നാ പറയും? വയ്യ, ക്ഷീണിച്ചു, തളർന്നു, ആരെ കൊണ്ട് കഴിയും? ഇതുപോലെ നടക്കുന്ന കാര്യമാണോ? നിരാശയുടെ വാക്ക് പറയാതെ സ്വതന്ത്രം ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കണം. 8000 വാഗ്ദത്തങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 8000 വാഗ്ദത്തങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. സ്വതന്ത്രം കഷ്ടകാലത്ത് തുണയായിരിക്കും, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, സൗഖ്യം തരും, വിടുവിക്കും, രക്ഷിക്കും എന്ന് പറഞ്ഞ് എണ്ണമറ്റ കാര്യങ്ങളാണ് കിടക്കുന്ന സ്വതന്ത്രം. അപ്പം നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുന്ന ദൈവമാണ്. ഈ നാളുകളിൽ കർത്താവിൻ്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ അനേക സ്ഥലങ്ങളിൽ സഭകളും സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ കർത്താവ് ഇടയാക്കി. ഇപ്പം തിരുവനന്തപുരം ചെങ്കൽച്ചോളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ 22 വർഷമായി വാടക കെട്ടിടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ തിരുവനന്തപുരം പട്ടണമല്ലേ, ഒരു സെൻറ്റിന് 30 ലക്ഷം 40 ലക്ഷം കൊടുത്താലേ പട്ടണത്തിൽ സ്ഥലത്തിന് മേടിക്കാൻ കിട്ടത്തുള്ളൂ. അപ്പം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പറയും, സമയമാകുമ്പം ദൈവമേ ഒരു വഴിയൊരുക്കണമേ, വഴിയൊരുക്കണമേ, വഴിയൊരുക്കണമേ. ഈ ദിവസങ്ങളിൽ ഒരു വഴി കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം അവിടെ ഒരു സ്ഥലം കണ്ടു, ഒത്തിരി സ്ഥലമൊന്നുമില്ല, 5 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ കെട്ടിടവും കൂടെ. സ്വതന്ത്രം. അപ്പോൾ അതിന് 1,30,00,000 രൂപയോളം വേണം. അതിൻ്റെ കാശും ആധാരവും മെയിൻ്റനൻസ് വർക്കും എല്ലാം കൂടെ. സ്വതന്ത്രം. അപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിച്ചു, 1,30,00,000 രൂപയോ? ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഇതെല്ലാം വല്ല കാര്യമാണോ? പാസ്റ്ററുടെയിൽ എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കൊണ്ട് കാര്യം നടക്കുമോ? വിശ്വാസത്താലേ കാര്യം നടക്കത്തുള്ളൂ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യണം. സ്വതന്ത്രം. അപ്പോൾ എനിക്കിതിൻ്റെ അനുഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് മോട്ടോർ സൈക്കിൾ വിറ്റേച്ച് സൈക്കിൾ വാങ്ങിച്ചപ്പം ദൈവം ജീപ്പ് തന്ന ദൈവമാണ്. സ്വതന്ത്രം. ആ സമയത്ത് മഞ്ചേരിയിൽ മങ്കടയിൽ സ്ഥലം മേടിക്കാൻ വന്നപ്പം ആഗ്രഹിച്ച് മേടിച്ച ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അത് വിറ്റേച്ച്
ഞാൻ ആ സ്ഥലത്തിന് കാശ് കൊടുത്തു. ഇതുവരെയും പിന്നെ ബുള്ളറ്റ് മേടിച്ചില്ല കേട്ടോ. ചിലരായിരിക്കും അത് വിറ്റാൽ ഉടനെ വേറെ ബുള്ളറ്റ് കിട്ടുമെന്ന്. അങ്ങനെയൊന്നുമല്ല, ചിലപ്പം കിട്ടത്തില്ല. ഇവിടെ കർത്താവിന് വേണ്ടിയല്ലേ സ്വതന്ത്രം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടപ്പോൾ ഒന്നും നന്നില്ലല്ലോ. 5 പൈസയുടെ ഉത്തരം അത് ഓടിച്ചു വിട്ട എന്നെ കൊണ്ട് എന്തെല്ലാം കാര്യം ദൈവം ചെയ്യിപ്പിച്ചു. നമ്മൾ വന്നപ്പോൾ ആരേലും വല്ലതും കൊണ്ടുവന്നാണ് ഇങ്ങോട്ട് വന്നത്? ഒന്നും അല്ലല്ലോ. പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോകത്തുമില്ല. പിന്നെന്നാ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരെ കർത്താവിൻ്റെ വേല ചെയ്യുവീൻ എന്നെഴുതിയ വചനം അങ്ങോട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എന്നെ ഓരോ പ്രശ്നങ്ങൾ വന്ന് ഓരോരുത്തരും ഓരോന്നും കളിയാക്കാനൊക്കെ നോക്കുമ്പം ഞാൻ പറയും, ഒന്നും പേടിക്കണ്ട. ഇതേ സ്വതന്ത്രം, നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിപ്പിക്കും, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഒരു അഡ്വാൻസ് കൊടുക്കാൻ കർത്താവ് ഇടയാക്കി. കഴിഞ്ഞ മാസം 55 ലക്ഷം രൂപ അതിനുവേണ്ടി കൊടുത്തു. സ്വതന്ത്രം. ഇനി ഒരു 10-75 ലക്ഷം ചില പൈസയുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 75 ലക്ഷം രൂപയുടെ വേണം ഈ ഒക്ടോബറിൽ ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കണമെങ്കിൽ. സ്വതന്ത്രം, ഈ കേൾക്കുന്ന നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ, ആ കാര്യം നടക്കാൻ. എനിക്ക് നല്ല വിശ്വാസമാണ്. ചിലരെന്നോട് എവിടാ? തമ്പുരാൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. നമ്മൾ പ്രസംഗിച്ചാൽ മതിയോ? പത്രോസിൻ്റെ പടയിൽ ഒന്നും കിട്ടാത്തപ്പോൾ ചോദിച്ചു, കർത്താവേ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു വല ഇറക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ രാത്രി ഞങ്ങളൊന്നും കിട്ടാത്ത, നിങ്ങൾ വല ഇറക്കുന്നേ. വല ഇറക്കിയപ്പോൾ എന്തോ സംഭവിച്ചു? പെരുത്ത മീൻകൂട്ടം കിട്ടി. ഇന്ന് പലരും പേടിച്ചിരിക്കുക, എങ്ങനെ കാര്യം നടക്കുന്നത്, എങ്ങനെ മുന്നോട്ട് പോകും. സ്വതന്ത്രം, വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ അതേ ദൈവം അത്ഭുതം ചെയ്യുവാൻ തയ്യാറാണ്. സ്വതന്ത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ അതേ ഹല്ലേലൂയ ദൈവരാജ്യത്തോടും ദൈവവേലയോടും ആയിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ നടക്കുമെന്നല്ല ഞാനിത് പറയുന്നത്. എൻ്റെ മൂത്തമ്മയുടെ കല്യാണം നടക്കുന്ന സമയത്ത് എൻ്റെ കൊടുക്കാനൊന്നുമില്ലായിരുന്നു. ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഞാൻ പ്രത്യേകിച്ച് ഒന്നും കരുതിയിട്ടില്ല. അതേ സ്വതന്ത്രം എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാരെന്നോട് പറഞ്ഞത്, പാസ്റ്ററുടെ മോളെ ചെന്നേച്ചാൽ അത് വേറൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. സ്വതന്ത്രം. രണ്ടാമത്തെ വിവാഹം നടക്കുന്ന സമയത്തും പറഞ്ഞു, അതേ ഹല്ലേലൂയ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തേച്ചാൽ മതിയെന്ന് പറഞ്ഞു. സ്വതന്ത്രം. അപ്പം നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്ത് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് ദൈവം എല്ലാം കരുതിക്കൊള്ളും. സ്വതന്ത്രം. ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് വീടോ കൂടോ സാഹചര്യങ്ങളോ ഒന്നുമല്ല, കർത്താവാണ് വലുത്. ദൈവം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം കർത്താവ് കരുതിക്കൊള്ളും. അതേ ദൈവവുമായുള്ള ബന്ധം തുടരുന്ന പ്രിയമുള്ളവരെ, രോഗങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. ഈ അമേരിക്കയിൽ വന്നിട്ടും എനിക്ക് ചില രോഗങ്ങളൊക്കെ വന്നു, ഓപ്പറേഷനൊക്കെ നടക്കേണ്ടി വന്നു. കാര്യങ്ങളൊക്കെ കൂടെ പ്രയാസത്തിൽ കൂടെ പോകുമോ എന്ന് ചിന്തിച്ചു. പക്ഷേ ദൈവം പിന്നെയും ആയുസ്സിനെ തന്നു, ആരോഗ്യം തന്നു. ദൈവം അത്ഭുതകരമായി വിടുവിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഐസിയുവിൽ കിടന്നവർക്ക് അവിടെ പ്രാർത്ഥിച്ച് അതേ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. മരിച്ചു പോകുമെന്ന് പറഞ്ഞ് വിധി കൽപ്പിച്ച ചില കേസുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതേ സ്വതന്ത്രം, ഞാൻ പറഞ്ഞല്ലോ, കിണറ്റിലെ വെള്ളമില്ലാത്തടത്ത് വെള്ളമുണ്ടായ ചരിത്രമുണ്ട്. അതേ സ്വതന്ത്രം, വൃക്ഷങ്ങളിൽ ഫലം കായ്ച്ച ചരിത്രമുണ്ട്, മൃഗങ്ങളിൽ അത്ഭുതം നടന്നതുണ്ട്. അതേ സ്വതന്ത്രം, വാഴ കൊലച്ച ചരിത്രമുണ്ട്, കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യങ്ങളിലുണ്ട്. ബുദ്ധിയില്ലാത്ത പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, തളർന്നു കിടന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തളർന്നവർ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ നീ അത്ഭുതങ്ങളുടെ പരമ്പര തന്നെ കിടക്കുക. സ്വതന്ത്രം. നമ്മൾ വിശ്വസിക്കണം. അപ്പം നിങ്ങളെ ആയിരിക്കും ഞാൻ വലിയ പ്രത്യേക സ്പെഷ്യലിസ്റ്റാണ്. ഒരു സ്പെഷ്യലിസ്റ്റുമല്ല. നമ്മൾ ആ നിലയിൽ എനിക്ക് ഒരു കാര്യം അറിയാം, ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളെ ദൈവം സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇളയവനായ എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി. സ്വർഗീയ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. എൻ്റെ പേര് തോമസ് കെ എബ്രഹാം. ഇതേ സ്വതന്ത്രം, ഇതെൻ്റെ ജീവിതം, ഇതെൻ്റെ സാക്ഷ്യം. ഞാനൊരു ഉപദേശി. ഹല്ലേലൂയ.